ഹായ് ഹലോ, അർഷയാണ് അബുദാബിയിൽ നിന്ന്. രേഷിയുടെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വേഗം പറഞ്ഞു നമുക്ക് അബുദാബി വരെ ഒന്ന് പോകാം, നമുക്ക് അബുദാബി പോയിട്ട് ഒരു പാനിപ്പൂരിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇതേ വീഡിയോ എടുക്കാൻ അച്ഛാ വയറൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് ഇരിക്കുക, അല്ലെങ്കിൽ ആളുകൾ കാണുമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി ആകെ ബഹളമായിരുന്നു. ഇത്രയും ബ്ലോക്കിനിടയ്ക്ക് വന്നു പെട്ട് കിടന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ശരിക്കും മടുത്തു തുടങ്ങി കേട്ടോ. വെറുതെ ഇരുന്ന ഞങ്ങളെ വിളിച്ച് ബാ അബുദാബിക്ക് പോകാം, പാനിപ്പൂരി കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ബ്ലോക്കിൽ കിടക്കേണ്ട വന്നപ്പോൾ രജിഷയുടേക്ക് ആകെ ദേഷ്യം വന്നു തുടങ്ങി. പുള്ളിക്ക് ഇങ്ങനെയാണ്, ഒരു സ്ഥലത്തും ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തൊരാളാണ്. അപ്പോൾ തന്നെ ഇനി ഏതെങ്കിലും എക്സിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോവും, പാനിപ്പൂരിയൊക്കെ പിന്നെ എന്നായി. ശരിക്കും നമ്മളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ബ്ലോക്ക് വന്നപ്പോൾ നമുക്ക് പാനിപ്പൂരി ഇല്ല എന്നായി. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യവും രജീഷിൻ്റെ നിർഭാഗ്യവും എന്നറിഞ്ഞൂടാ, അവിടെ നിന്ന് ഒരു എക്സിറ്റ് കൊടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല, നേരെ അബുദാബിക്ക് തന്നെ പോകേണ്ടതാണ്. വണ്ടികൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യാത്ര ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ആകാശവും ഇതുമൊക്കെ കാണാനായിട്ട് കൂടുതലൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് അഡ്നക്കാണ്, ഒരു ചെരിഞ്ഞ ബിൽഡിങ്. ദേ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഖലീദിയ മാളിലെത്തി. ഖലീദിയ മാളിൽ നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കണ്ടു പോണത്. ശ്രീകുട്ടി ഇപ്പോൾ ഒരു പുതിയ ഡാൻസ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. അവിടെ പോയത് പിന്നെ എവിടെ പോയാലും ഡാൻസോട് ഡാൻസാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മൾ മൂന്നാമത്തെ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകുട്ടിക്ക് പാനിപ്പൂരിയും ദഹിപ്പൂരിയും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കട. അങ്ങനെ നമ്മൾ അവിടെ എത്തി വേഗം തന്നെ അകത്തേക്ക് കയറിയിരുന്നു. അവിടെ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ സാധാരണ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. ശരിക്കും ഇവിടെ പാനിപ്പൂരി ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ശ്രീകുട്ടി ഒരു ദിവസം പാനിപ്പൂരിക്ക് വേണ്ടി വാശി പിടിച്ചപ്പോൾ അവിടെ പുറത്ത് നമുക്ക് കിട്ടാതെ വന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ശ്രീകുട്ടിക്ക് ഒരു മുഴുവനായിട്ട് പാനിപ്പൂരി വായിൽ വെച്ച് കഴിക്കാൻ അറിയില്ല കേട്ടോ. ശ്രീകുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒടിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ദഹിപ്പൂരി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ദഹിപ്പൂരിയും പാനിപ്പൂരിയും ഒക്കെ. നല്ല ക്വാളിറ്റിയാണ്, അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. ദഹിപ്പൂരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പാനിപ്പൂരി എടുത്തു. പിന്നെ തന്നെ എല്ലാ സാധനങ്ങളും ഒഴിച്ച് വേഗം തന്നെ കഴിക്കാൻ തുടങ്ങി. രേഷിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് രണ്ടും ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഇവരുടെ വേറെ ചില ഡിഷസും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ വേറെ ഡിഷസും കൂടി കിട്ടും കേട്ടോ. ഇത് പാനിപ്പൂരിയും ദഹിപ്പൂരിയും മാത്രമല്ല കിട്ടുന്നത്. പിന്നെ രജിഷയുടെ കഴിച്ചു, രജിഷയുടെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇനി പാനിപ്പൂരിയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഖലീദിയ മാളിലെ നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ട് തന്തൂരിയ ധാബ എന്ന് പറഞ്ഞ കടയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.